ഹലോ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് പ്ലാനിംഗ് ടൂൾസിനെ പറ്റിയാണ്. മൈക്കൽ പോർട്ടറുടെ 5 ഫോഴ്സ് മോഡൽ, സോട്ട് അനാലിസിസ്, പെസ്റ്റ് അനാലിസിസ്, അതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും വർഷങ്ങളായിട്ടും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വർഷങ്ങളായി എന്നിട്ടും ഇന്നും പോപ്പുലറായ ഒരു തിയറിയാണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. ബേസിക്കലി ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. അത് BCG, ബോസ്റ്റൺ എന്ന് പറഞ്ഞ ഇന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടിംഗ് ഗ്രൂപ്പാണ്. ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. ഈ ബോസ്റ്റൺ എന്ന് പറയുന്ന ഈ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറിയാണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. ഇതൊരു പ്ലാനിംഗ് ടൂൾ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, എന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ ലെവൽ എന്താണെന്ന്. അതായത് CMA എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു റിയലൈസേഷൻ. അതിനിപ്പോ ഒരു ക്ലാസ് ടെസ്റ്റ് എടുത്തെന്ന് വിചാരിക്കും. ഒരു സബ്ജക്റ്റിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പൊ ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മാർക്ക് ഇപ്പൊ 18. ഓക്കെ, 72% ആണ് മാർക്ക്, നമ്മൾ പാസ്സാണ്, സെറ്റാണ്. ഇനി നമ്മുടെ മാർക്ക് അതിനേക്കാൾ കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ CMA ജേണിയിൽ നമ്മളിപ്പോൾ എവിടെ ഉള്ള എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ ലൈഫ് സൈക്കിളിനെ പറ്റി നോക്കുമ്പോൾ നമ്മൾ എന്തവസ്ഥയിലാണ് ഉള്ളത്, കരിയർ സക്സസ്ഫുൾ ആണോ, ഫ്യൂച്ചറിൽ ഇനി ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, അല്ല കരിയർ ജസ്റ്റ് ബിഗിനിങ് ആണോ, വാട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് ചെന്നെത്താൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ലെവൽ പ്ലാനിങ് നമുക്ക് പോസിബിൾ ആവും. ഇതേപോലെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ, അത് അതിന്റെ ലൈഫ് സൈക്കിളിൽ എവിടെയാണെന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരം കൊടുക്കാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഓൾറെഡി ഉള്ള ബിസിനസ് ആവാം, ഓർ നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആവാം, പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ആവാം. ഇതൊക്കെ ഫെർദർ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ എവിടെ ഉള്ളതെന്ന് അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈഫ് സൈക്കിളിൽ എന്ത് ചേഞ്ച് കൊണ്ടുവന്നാലാണ് സക്സസ്ഫുൾ ആവുക, പ്രോഫിറ്റബിൾ ആവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ സുപ്രധാന ഒരു ടൂളാണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. ഞാൻ വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ പോവാം. നമ്മുടെ PDF പ്രിന്റിൽ അടിപൊളി എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വിട്ടുതരാണ്. നമുക്ക് ഈ പിക്ചറിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് ഒഫീഷ്യലാണ്, ഇതിലൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ക്വസ്റ്റ്യൻ മാർക്കായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ബ്ലാക്ക്ബെറി. ഇപ്പോഴത്തെ ജെൻസി കിഡ്സിനൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞാൽ ഇന്ന് ഐഫോണൊക്കെ ഉണ്ടാക്കിയ റെവല്യൂഷൻ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഒരു ടീമാണ് ബ്ലാക്ക്ബെറി. മൊബൈൽ ടെക്നോളജിയിൽ അവർ ഭയങ്കര റെവല്യൂഷനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബ്ലാക്ക്ബെറിന്റെ ഒരു മോഡൽ ഉണ്ട്, ഒരു 70% കീബോർഡും ഒരു 30% ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് ഒരു രസമുള്ള ഒരു മോഡൽ. ഓൾമോസ്റ്റ് മൊബൈൽ ടെക്നോളജിയിൽ കത്തി നിൽക്കുന്ന സമയം ബ്ലാക്ക്ബെറി. പക്ഷെ അതിന് മുന്നേ അവരൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഷെയർ ലോ ആയിരിക്കും. ഇവിടെ ലോകത്തെ എല്ലാ പ്രൊഡക്റ്റും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടായിരിക്കും വരിക. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചോദ്യചിഹ്നം, അങ്ങനെയാണ് വരിക. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലകൊള്ളുന്ന മാർക്കറ്റിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു വിത്ത് ലോ മാർക്കറ്റ് ഷെയർ, അതായത് മാർക്കറ്റ് ഷെയർ ലോ, എന്നാൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ക്യാഷ് യൂസേജ് ഹൈ ആയിരിക്കും. നമ്മൾ ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ ഗ്രോ ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് തുടങ്ങുക. അപ്പോൾ മാർക്കറ്റിൽ ഗ്രോത്ത് ഹൈ എന്ന് പറയുമ്പോൾ ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ്. അപ്പോൾ മാർക്കറ്റിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, എന്നാൽ മാർക്കറ്റ് ഷെയർ കുറവാണ്. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബിസിനസ് നമ്മുടെ പ്രൊപ്പോർഷൻ കുറവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മാർക്കറ്റ് ഷെയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്ലാക്ക്ബെറി പണ്ട് വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു.
അങ്ങനെ അവര് നല്ല രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നു, ഫണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നു. അവര് ദെൻ ടേൺ ടു സ്റ്റാർഡം കീപ്പ് ചെയ്തു. സ്റ്റാർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റ് ഷെയർ ഹൈ ആയിരിക്കും, കൂടും. അതുപോലെ മാർക്കറ്റിലെ ഗ്രോത്തിന്റെ പൊട്ടൻഷ്യലും ഹൈ ആയിരിക്കും. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനും പറ്റും. ക്യാഷിന്റെ നല്ല രീതിയിൽ പൈസ കൺസ്യൂമും ചെയ്യും, ക്യാഷ് ജനറേറ്റും ചെയ്യും. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും വേണം, എന്നിട്ട് പൈസ ഉണ്ടാക്കാനും പറ്റും. ഇതാണ് സ്റ്റാർ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. അങ്ങനെ ഇവർ സ്റ്റാർ ആയിട്ട് വാഴുന്ന ഒരു കാലം ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007 or 2006 ആ സമയത്ത് ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഐഫോൺ എന്ന് പറഞ്ഞ അതിന്റെ ഒരു ലോഞ്ചിങ് വീഡിയോയിൽ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, മൊബൈൽ ടെക്നോളജി ഒരു ചെറിയൊരു ഫോണാണ് കൊണ്ടുവന്നത്. നമുക്ക് ഇനി മുതൽ അതിന്റെ ലോഞ്ചിങ് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണാൻ പറ്റും. വിത്ത് ടച്ച് സ്ക്രീൻ നമുക്ക് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യാം. പിന്നെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ടെലികമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ മറ്റൊരു ഡിവൈസ്, ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ടച്ച് സ്ക്രീൻ വെച്ച് യൂസ് ചെയ്യാൻ ഒരു ഡിവൈസ്, ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റൊരു ഡിവൈസ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാൻ മൂന്നാമതൊരു ഡിവൈസ്. ഈ 3 ഡിവൈസിനും ഞാൻ ഒരു പേരിട്ട് വിളിക്കും, ദാറ്റ് ഈസ് കോൾഡ് ഐഫോൺ. അങ്ങനെ പറഞ്ഞിട്ടാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതുവരെ ആൾക്കാർക്ക് വലിയ യൂസ്ഡ് അല്ല ടച്ച് ഫോൺ എന്നൊക്കെ. ഈ ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി എസ്പെഷ്യലി കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ ഇറക്കി. ടച്ച് സ്ക്രീൻ ഒന്നും പോസിബിൾ അല്ല. പിന്നെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കൈക്ക് ക്യാൻസർ വരും ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചാൽ. പിന്നെ അത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, പോക്കറ്റിൽ ഇട്ടാൽ ചതഞ്ഞു പോകില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. അതിപ്പോ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു 1998 അതിന്റെ ഹിസ്റ്ററി പറയുന്നത് ചില ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാ പറയുന്നത്. ബിക്കോസ് ഡൈനോസർ ഇങ്ങനെ അടുത്ത് വന്ന് ആ ഫീൽ കൊടുത്തപ്പോൾ ആൾക്കാർ പേടിച്ചു പോയി. ഇന്ന് നമ്മൾ ഡൈനോസർ അല്ല, ഇനി എന്ത് ടൈപ്പ് ഓഫ് ആനിമൽ വന്നാലും നമ്മൾ കട്ടക്ക് നിന്ന് കാണും. കാരണം നമ്മൾ യൂസ്ഡ് ആയി. അങ്ങനത്തെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസും നമ്മൾ കാണുന്ന ഹൊറർ മൂവീസും എല്ലാം ആ ലെവലാണ്. പക്ഷെ അന്ന് ആ ലോകത്തിന് പരിചയമില്ലാത്തൊരു സാധനമായിരുന്നു അത്. ദെർഫോർ ആൾക്കാർ വളരെ എക്സൈറ്റഡോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ എനിവേ അന്ന് ഐഫോൺ ഈ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് പല നെഗറ്റീവും സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഐഫോൺ അതിനുശേഷം അടുത്ത ബ്രാൻഡ് ഏകദേശം 2013 വരെ ബ്ലാക്ക്ബെറി മാർക്കറ്റിൽ നല്ല രീതിയിൽ പിടിച്ചു വന്നു. കാരണം ബ്ലാക്ക്ബെറിന്റെ മെയിൻ പ്രശ്നം അവരുടെ സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് തന്നെ, പക്ഷേ ആ സ്റ്റാർഡത്തിന് ഐഫോൺ വന്നതോടുകൂടി അതിന്റെ ലൈഫ് കുറഞ്ഞു. ബിക്കോസ് അവർ സ്റ്റിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ ട്രഡീഷണൽ ടെക്നോളജി തന്നെ അടിപൊളിയാണ്. 2013 ആയപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഓൾമോസ്റ്റ് 40% മാർക്കറ്റ് ഷെയർ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഡോമിനേറ്റ് ചെയ്തു. അന്നാണ് അവർ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. പിന്നീട് ആപ്പിൾ പല ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന കമ്പനി മൊബൈൽ ഫീൽഡ് വിടുക ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ ലൈഫ് സൈക്കിളിൽ പൊസിഷൻ എവിടെയാണെന്ന് റിയലൈസ് ചെയ്യാൻ ലേറ്റ് ആയി പോയി. അന്നേ റിയലൈസ് ചെയ്തിരുന്നുവെങ്കിൽ, എസ്പെഷ്യലി ടെക്നോളജിയിലൊക്കെ റിയലൈസേഷൻ പെട്ടെന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ അടുത്തടുത്ത പുതിയ അപ്ഡേറ്റഡ് സാധനം വരും. ടെക്നോളജി ഭയങ്കര ഭീകരമാണ് ഈ അപ്ഡേഷന്റെ കാര്യത്തിൽ. അതുകൊണ്ട് അപ്ഗ്രേഡേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവും നമ്മൾ. നിങ്ങളൊരു ട്രോള് കണ്ടിട്ടുണ്ടാവും, AI വന്നപ്പോ AI വന്നു, ChatGPT വന്നു, ജെമിനി വന്നു. എന്നിട്ട് തന്നെ പറയുന്നുണ്ട്, അതിനിടയ്ക്ക് ചൈനേന്റെ ഒരു ആപ്പ് വന്നു, ഡീപ് സീക്ക് വന്നപ്പോൾ പറഞ്ഞു ChatGPTന്റെ ജോബ് പോയി. കാരണം അത്രയും ഫാസ്റ്റ് മൂവിങ് എൻവറോൺമെന്റ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. എനിവേ ഈ ലൈഫ് സൈക്കിളിൽ റിയലൈസേഷൻ ലേറ്റ് ആയാൽ വേറെ കോമ്പറ്റീറ്റർ വന്ന് ഈസിലി ആ മാർക്കറ്റ് ബീറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ബ്ലാക്ക്ബെറിക്ക് സംഭവിച്ചത്, അവര് ഒരുപാട് കാലം സ്റ്റാർ ആയിരുന്നു. പിന്നെ അവര് ക്യാഷ് കൗ ആണ്. ക്യാഷ് കൗവിന്റെ പ്രത്യേകത, ക്യാഷ് കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയർ ഹൈ ആയിരിക്കും. മാർക്കറ്റ് ഷെയർ അവരുടെ ഹൈ ആയിരിക്കും, പക്ഷെ ഗ്രോത്ത് റേറ്റ് ലോ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവും. എല്ലാ പ്രൊഡക്റ്റിനും അതിന്റെ ലൈഫ് സൈക്കിളിൽ ഒരു സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ടാവും. ആ മെച്യൂരിറ്റി സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം പാല് പിഴിഞ്ഞെടുക്കുന്ന പോലെ ക്യാഷ് പിഴിഞ്ഞെടുക്കുക. അതാണ് ക്യാഷ് കൗ എന്ന് പറയുന്നത്.
ഈ ക്യാഷ് കൗവിന്റെ പ്രത്യേകത പ്രീമിയം പ്രൈസ് ആയിരിക്കും അവര്. ഇന്ന് ആപ്പിളിന്റെ പല പ്രൊഡക്ട്സും ക്യാഷ് കൗ ആണ്. ബ്ലാക്ക്ബെറി പിന്നെ ഔട്ട്ഡേറ്റഡ് ആയി ഡോഗിലേക്ക് വന്നു, ആ കഥ അവിടെ അവസാനിച്ചു. പക്ഷെ ബ്ലാക്ക്ബെറിക്ക് ശേഷം സ്റ്റാർഡം നിലനിർത്തിയത് ആപ്പിൾ ആണ്. ആപ്പിള് പിന്നെ ഇപ്പൊ ക്യാഷ് കൗ ആണ് ഞാൻ ഈ പ്രസന്റ്ലി സംസാരിക്കുമ്പോൾ, ബിക്കോസ് അവരുടെ പ്രൊഡക്റ്റിനൊക്കെ പ്രീമിയം വിലയാണ്. ഇനി ആപ്പിളിന് ഈ 16-17 ബാക്കിലത്തെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആൾക്കാരെ ഇനിയും പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ബിക്കോസ് ആപ്പിള് അതിന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ. എസ്പെഷ്യലി അമേരിക്കൻ മാർക്കറ്റിലൊക്കെ കുട്ടികൾ ക്ലാസ് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ആപ്പിൾ പ്രൊഡക്ട്സ്. ആ ഒരു സ്റ്റഡീസ് പറയുന്നത് അതാണ്. ഇനി അവർക്ക് തിരിച്ച് സ്റ്റാർട്ടം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയൊരു സാധനം അവർ ലോഞ്ച് ചെയ്ത് കൊണ്ടുവരണം. മൊബൈൽ ടെക്നോളജിയിൽ കാണാത്ത അത്രയും ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റിൽ കോമ്പറ്റീറ്റർ ഒന്നും കൊണ്ടുവരാത്ത സാധനം കൊണ്ടുവന്നാൽ മാത്രമേ സ്റ്റാർട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. പക്ഷേ ക്യാഷ് കൗ ആയാൽ തന്നെ ക്യാഷ് കൗ ഒരുപാട് കാലം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ മാക്സിമം ആ പീക്ക് പോയിന്റ്, ആ മെച്യൂരിറ്റി സ്റ്റേജിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും. ഫസ്റ്റ് ഉണ്ടായ ആ ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഉണ്ടാവില്ല, ഗ്രോത്ത് സ്ലോ ആയിരിക്കും. പക്ഷെ അവിടുത്തെ പൈസ മാക്സിമം പിഴിഞ്ഞെടുക്കുക. പിന്നെ അതിന്റെ എൻഡ് ഓഫ് ദി ഡേ അത് ഡോഗ് അല്ലെങ്കിൽ ഡോഗ് ഡെത്തിലേക്കും. ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മാർക്കറ്റ് ഷെയറും ലോ ഗ്രോത്ത് റേറ്റും, ഗ്രോത്തും കുറയും ഷെയറും കുറയും, രണ്ടും ലോ ആയിരിക്കും. ഗ്രാജുവലി ആ പ്രൊഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആവും. റേഡിയോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു കാലത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു, സ്റ്റാർ ആയിരുന്നു, ക്യാഷ് കൗ ആയിരുന്നു, ഇന്ന് ഡോഗാണ്. ടൈം പീസ് ഇതുപോലെയാണ്. ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ നോക്കിയ എന്ന് പറയുന്ന കമ്പനി, അതുപോലെ കൊക്കക്കോളന്റെ ചില പ്രൊഡക്ട്സ് സ്റ്റാർ ആണ്, ചില പ്രൊഡക്ട്സ് ക്യാഷ് കൗ ആണ്, ചില പ്രൊഡക്ട്സ് ഡോഗ് ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ ടേൺ ഇൻ ടു സ്റ്റാർ ദെൻ ക്യാഷ് കൗ പിന്നെ ഡോഗ്. ഇതാണ് ജനറൽ ലൈഫ് സൈക്കിൾ. പക്ഷേ ചില പ്രൊഡക്ട്സ് ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന് ഡയറക്റ്റ് ഡോഗിലേക്ക് വരും. അത് ഫ്യൂച്ചറിൽ വിചാരിച്ച ഗ്രോത്ത് കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് ഡിക്ലൈനിലേക്ക് വന്നിട്ട് ഡോഗ് ഡെത്തിലേക്ക് പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ലൈഫിലും ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാർ പോലെ നമ്മൾക്ക് എന്താ പറയാ സ്റ്റാർഡം കീപ്പ് ചെയ്യണം. പിന്നെ നമ്മളൊരു 35-40 ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ക്യാഷ് കവോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഏർണിങ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന ഒരു പിഴിഞ്ഞെടുക്കുന്ന കുടുംബക്കാരെല്ലാവരും നോക്കുന്ന ഒരു ക്യാഷ് കവോ പിന്നീട് ഒരു ഘട്ടം ഇങ്ങനെ സാച്ചുറേഷൻ പോയിന്റിന് ഡോഗിലേക്കാണ് നമ്മൾ പോവുക. നമ്മൾ അതിന്റെ ലൈഫ് സ്പാൻ കൂട്ടാൻ ശ്രമിക്കുക. അത് എസ്പെഷ്യലി സ്റ്റാറും ക്യാഷ് കവും ലൈഫ് സ്പാൻ കൂട്ടാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ മിടുക്ക്. എല്ലാവരും ഇപ്പൊ സിനിമ ഫീൽഡിൽ സെലിബ്രിറ്റീസിന്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഈ പൊസിഷൻ ഈ 4 പോയിന്റ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. ബേസിക്കലി BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് ഓൺ ദി ബേസിസ് ഓഫ് മാർക്കറ്റ് ഷെയർ ആൻഡ് ഗ്രോത്ത് ഇൻ ദാറ്റ് സെയിം മാർക്കറ്റ്, അല്ലെങ്കിൽ ഇൻ ദാറ്റ് മാർക്കറ്റ് ഷെയറിന്റെ ബേസിലും ആ മാർക്കറ്റിലുള്ള ഗ്രോത്തിന്റെ ബേസിലും ഒരു പ്രൊഡക്റ്റിനെയോ ഒരു ബിസിനസ്സിനെയോ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റാർ, ക്യാഷ് കൗ, ഡോഗ്. എന്നിട്ട് ഇതിൽ എവിടെയാണോ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഡോഗിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒന്നിക്കൽ റീബ്രാൻഡ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയായിരിക്കും പിന്നീട് സ്റ്റാർട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ. പൊതുവെ ഡോഗിലേക്ക് പോയി ഗ്രാജുവലി അതൊരു ആ പ്രൊഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി അങ്ങനെ പോക്കാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താലേ സ്റ്റാർട്ട് നിലനിർത്താൻ പറ്റും. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് വലിയ വലിയ കമ്പനീസ് ഒക്കെ ഈ പൊസിഷനിലുള്ളൂ. ഓരോ നാട്ടിലും സ്റ്റാർ ഉണ്ടാവും, ഓരോ നാട്ടിലും ക്യാഷ് കൗ ഉണ്ടാവും, ഓരോ നാട്ടിലും ഡോഗ് ഉണ്ടാവും. പല പല ബിസിനസ് നിങ്ങളുടെ നാട്ടിലത്തെ ബിസിനസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബിസിനസ് സ്റ്റാർ ആണോ, ക്യാഷ് കൗ ആണോ, ഡോഗ് ആണോ, ഇങ്ങനെയൊക്കെ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എളുപ്പത്തിൽ പഠിക്കാൻ ഇത് ഇഷ്ടംപോലെ MCQ വരും. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മാർക്കറ്റ് ഷെയർ, ലോ ഗ്രോത്ത് റേറ്റ്. അപ്പൊ രണ്ടും ലോ. ഡോഗ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, ചെറിയൊരു മിസ്റ്റേക്ക് വന്ന്. അതായത് സ്റ്റാർ പ്രൊഡക്റ്റ് ഹൈ മാർക്കറ്റ് ഷെയർ, ഹൈ ഗ്രോത്ത് റേറ്റ്. സ്റ്റാർ എങ്ങനെയാണ്? ഹൈ മാർക്കറ്റ് ഷെയറും ഹൈ ഗ്രോത്ത് റേറ്റും. ഇനി ഡോഗ് എങ്ങനെയാണ്? ഡോഗ് ലോ മാർക്കറ്റ് ഷെയറും അല്ലെങ്കിൽ ലോ ഗ്രോത്ത് റേറ്റും ലോ മാർക്കറ്റ് ഷെയറും, രണ്ടും ലോ. ചുരുക്കി പറഞ്ഞാൽ ഡോഗിന് ലോ മാർക്കറ്റ് ഷെയറും ലോ ഗ്രോത്ത് റേറ്റും, സ്റ്റാറിന് ഹൈ മാർക്കറ്റ് ഷെയറും ഹൈ ഗ്രോത്ത് റേറ്റും. അപ്പോൾ ഡോഗിന് രണ്ടും ലോ കൊടുക്കുക, സ്റ്റാറിന് രണ്ടും ഹൈ കൊടുക്കുക. എന്നിട്ട് ആകെ എക്സ്ട്രാ പഠിക്കേണ്ടത് ഏത് പ്രൊഡക്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്രത്യേകത മാർക്കറ്റിൽ വലിയ ഷെയർ ഒന്നും ഉണ്ടാവില്ല, ലോ ആയിരിക്കും. പക്ഷെ ഗ്രോത്തിന്റെ പൊട്ടൻഷ്യൽ ഹൈ ആയിരിക്കും. വിച്ച് മീൻസ് ക്യാഷ് ജനറേറ്റ് ചെയ്യാന്നുള്ളത് ഹൈ ആയിരിക്കും.
എന്നാൽ ക്യാഷ് കൗ എന്ന് പറഞ്ഞാൽ ഒരു മെച്ചോർഡ് ഇൻഡസ്ട്രിയിൽ മെച്ചോർഡായി, ആ ബിസിനസ് മെച്ചോർഡായി, സാച്ചുറേഷൻ പോയിന്റ് കാണാൻ തുടങ്ങി, അത് അവരുടെ ഏറ്റവും പീക്കിലുള്ളത്. ആ സമയത്ത് അവരെന്ത് ചെയ്യാണ്, അവരുടെ മാർക്കറ്റ് ഷെയർ ഭയങ്കരമായിരിക്കും, പക്ഷെ അങ്ങോട്ട് ഗ്രോത്ത് എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കും ക്യാഷ് കൗവിനെ ഒന്ന് സെപ്പറേറ്റ് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഡോഗിന് 2 ലോ കൊടുക്കുക, സ്റ്റാറിന് 2 ഹൈ കൊടുക്കുക. ബിക്കോസ് ഞാൻ ഇത് പറയാനുള്ള റീസൺ, ഇങ്ങനെ 4 ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഇതിൽ ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരിക സ്റ്റാർഡം നിലനിർത്താനാണ്. ഹ്യൂജ് ഫണ്ട് കൺസ്യൂം ചെയ്യും, ക്യാഷ് ഉണ്ടാക്കി തരും ചെയ്യും. പിന്നെ സ്റ്റാർ പ്രൊഡക്ഷനാണ് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതും. ഇനി ക്യാഷ് കൗണ്ട് പ്രത്യേകത, ഫണ്ട് അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാര്യമില്ല, പക്ഷെ ആ ഉള്ള പോയിന്റ് മാക്സിമം പൈസ പിഴിഞ്ഞെടുക്കുക. ആ ഒരു മോഡൽ ഓഫ് ബിസിനസ് വെച്ചിട്ട് മാക്സിമം പിഴിഞ്ഞെടുക്കുക. ഡോഗിന്റെ പ്രത്യേകത, ഫണ്ട് ഇട്ടിട്ടും കാര്യമില്ല, ഫണ്ട് അധികം ക്രിയേറ്റും ചെയ്യൂല, ഫണ്ട് അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, രണ്ടും പ്രശ്നമാണ്. ഈ ഒരു ജസ്റ്റ് ഒന്ന് ബാക്കിയെല്ലാം ആ PDF ഉണ്ട്, അതൊന്ന് വൃത്തിയിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി പിന്നെ ഇതുവരെ നമ്മൾ എടുത്തത് പ്ലാനിങ് ടൂൾസ് ആണ് പരിചയപ്പെട്ടത്. അതിൽ ലാസ്റ്റ് വൺ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. മൊത്തം പ്ലാനിങ് ടൂൾസ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് സോട്ട് അനാലിസിസ്, പിന്നെ BCG മൈക്കിൾ ഫോർട്ടർ 5 ഫോഴ്സ് മോഡൽ, പിന്നെ പെസ്റ്റ് അനാലിസിസ്, പിന്നെ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. അതുപോലെ സിനേറിയോ അനാലിസിസിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പെസ്റ്റ്, സോട്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ടൈപ്പ് ഓഫ് പ്ലാനിങ് ടൂൾസ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്, പഠിക്കാനുള്ളത്. ഈ പ്ലാനിങ് ടൂളൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ, സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യാൻ. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കുറച്ച് MCQs ചെയ്യും. ഇതോടുകൂടി ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു MCQ കൂടി കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ള ടോപ്പിക് തീരും, ഫസ്റ്റ് ടോപ്പിക്. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ബഡ്ജറ്റിംഗ് കോൺസെപ്റ്റ്സ് ആണ്. ഒരിക്കലും ഇതൊരു പക്ക ഡ്രൈ തിയറി ഏരിയ അല്ല, പ്രോബ്ലം വരാനുണ്ട്. തിയറി നല്ലപോലെ മനസ്സിലാക്കുക, കാരണം CMA US എക്സാമിന് MCQ ആണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ പ്രോബ്ലം ആകുമ്പോൾ നമ്മൾക്ക് എങ്ങനെയും ഒരു ഇക്വേഷൻ എന്തെങ്കിലും കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ തിയറി ചില സിമിലർ ഓപ്ഷൻസ് തന്നിട്ട് ഇവർ കൺഫ്യൂസ്ഡ് ആക്കും. അപ്പൊ നമ്മൾ പെടരുത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ കാണുന്നതിനനുസരിച്ചിട്ട് അതിന്റെ നിലവാരം മനസ്സിലാവും. ഹോപ്പ്ഫുള്ളി നല്ല കോൺഫിഡൻസോടെ പഠിക്കാട്ടോ, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിചാരിക്കാതെ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ലേൺ ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാർഡം നിലനിർത്തേണ്ടതാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം.